നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ അവിടെ വന്നു കഴിഞ്ഞാ എന്നെ വിളിച്ചതിന് ചേച്ചിക്ക് തന്നെ കുറ്റബോധം തോന്നും. വെറുതെ വടി കൊടുത്ത് അടി വാങ്ങണോ? നീ ഫോണിൽ തന്നെ ഞാൻ സംസാരിക്കാം. മോളെ, ഗിരിയേട്ടന് നിന്നോട് സംസാരിക്കണം. ഞാൻ കൊടുക്കാം. ഹലോ ഹലോ. നിനക്ക് ഇതുവരെ ഞങ്ങളോടുള്ള പിണക്കം മാറിയില്ലേ? എനിക്ക് ആരോടും ഒരു പിണക്കവും ഇല്ല. ഞാൻ കാരണം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവല്ലെന്നേ ഉള്ളൂ. ഓണം ആഘോഷിക്കാൻ നീ വീട്ടിൽ വന്ന ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അമ്മയും സ്വപ്നയും നിന്നോട് ചെയ്തതെല്ലാം ഇപ്പോഴും നീ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ല ഗിരിയേട്ടാ, ഞാനതൊന്നും ഓർക്കാറേയില്ല, ഓർക്കാൻ ഇഷ്ടമല്ല. പക്ഷേ കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ നിന്നും പാഠം പഠിച്ചില്ലെങ്കിൽ നമ്മൾ മണ്ടന്മാരാണെന്നല്ലേ അർത്ഥം. എന്നെ അമ്മയ്ക്കും സ്വപ്നയ്ക്കും ഇഷ്ടമല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവിടെ വന്ന് എന്തെങ്കിലും സംസാരം ഉണ്ടായാ എന്റെ സ്വഭാവം വെച്ച് ഞാൻ എന്തെങ്കിലും പ്രതികരിച്ചു എന്ന് വരും. അത് ഗിരിയേട്ടന് ഇഷ്ടപ്പെടില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെ സംഭവിച്ചാ അത് ബാധിക്കാൻ പോകുന്നത് എന്നെയല്ല, എന്റെ ചേച്ചിയാ. ഓണമായിട്ട് എനിക്കെന്റെ ചേച്ചിക്ക് സമ്മാനം ഒന്നും വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല. കുറച്ച് സമാധാനമെങ്കിലും കൊടുക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാത്ത. ഗിരിയേട്ടൻ എന്നെ വെറുതെ നിർബന്ധിക്കരുത്. ഞാൻ വരില്ല. ശരി, എനിക്ക് ക്ഷണിക്കാനേ കഴിയൂ. വരണോ വേണ്ടോ എന്നുള്ളത് നിന്റെ തീരുമാനമാണ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗിരിയേട്ടനോട് അവൾ എന്തു പറഞ്ഞു? അമ്മയും സ്വപ്നയും അവള് വരുന്നതും കാത്ത് പ്രശ്നം ഉണ്ടാക്കാനിരിക്കുകയാണെന്ന് അവളുടെ വിചാരം. അവളെക്കാൾ പ്രായത്തിൽ മൂത്തവര് ഒന്ന് വഴക്ക് പറഞ്ഞു എന്ന് കരുതി ഇത്രയൊക്കെ പക മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യമുണ്ടോ?